നമസ്കാരം, ഞാൻ സജിൻ കൊച്ചാപ്പി. എ ജി ഫിലിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് അമൃത ടി വി കുഞ്ഞു പ്രതിഭകളുടെ കഴിവിനെ മാറ്റിവെച്ചുകൊണ്ട് അണിയിച്ചൊരുക്കിയ സൂപ്പർ ഡാൻസർ ജൂനിയർ 7ലെ ഫസ്റ്റ് റണ്ണറപ്പും അതുപോലെ പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ സാലൂമിൻ്റെ ശിഷ്യനുമായിരുന്ന ഒരു കൊച്ചുമിടുക്കൻ. ആ ഒരു മിടുക്കൻ ഇന്ന് വളർന്നൊരു വലിയ മിടുക്കനായിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു മിടുക്കൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു അഭിഷേക് സി നായർ. ഹായ് അഭിഷേക്. ഹായ്, നമസ്കാരം. അപ്പം നമ്മൾ ഇൻട്രോയിൽ പ്രശസ്ത സിനിമാ താരവും അതുപോലെ നർത്തകിയുമായ സാലൂമിനിൻ്റെ ശിഷ്യത്വം അതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ. അതെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു സാലൂമിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഡാൻസ് എന്ന ഒരു ഫീൽഡിലേക്ക് എത്തിയതും, അല്ലെങ്കിൽ സാലൂമേനോൻ ആണോ ആദ്യത്തെ ഗുരു, അല്ലെങ്കിൽ അതാരാണ് എന്നുള്ള കാര്യങ്ങൾ വന്നു? ആക്ച്വലി ഞാൻ ഡാൻസ് പഠിക്കാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് 1ാം ക്ലാസ് തൊട്ടാണ്. ആക്ച്വലി ഞാനല്ല, എൻ്റെ ചേട്ടന് വേണ്ടിയായിരുന്നു തുടങ്ങിയത്. അത് ഓമന ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്, വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പം ചേട്ടന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കൂടെ ചേർന്നാണ്. പക്ഷേ അത് വളരെയധികം ഇഷ്ടം, ലൈക്ക് ഭയങ്കര പാഷനേറ്റ് ആയി ഡാൻസിന്റെ കാര്യത്തിൽ. അപ്പം ചേട്ടൻ പഠിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ അതെ, അതിന്റെ ഒന്ന് ആഗ്രഹം തോന്നിയപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ചേർന്നാണ്. ആദ്യത്തെ ഈ ഗുരു എന്ന് പറയുന്നത് ഓമന ടീച്ചറാണ്. അതെ. ടീച്ചർ നമ്മളെ ഒരു സിനിമാറ്റിക്കും ക്ലാസിക്കലും സെമി ക്ലാസിക്കലും ഒക്കെ ആയിരുന്നു പഠിപ്പിച്ച് തുടങ്ങി. ബേസിക്സ് ആണ് ആദ്യമായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞാണ് ഷാലു ടീച്ചർ അജി സാറിൻ്റെ അടുക്ക പോയത്. അപ്പോൾ വെസ്റ്റേണിലെ കുറച്ച് ബേസിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നാണ് ഷാലു ടീച്ചറിൻ്റെ, അത് ഭരതനാട്യം. എനിക്ക് എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് 5ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഞാൻ പഠിക്കാൻ തുടങ്ങി. 10 വയസ്സ്. ഒരു പ്രൊഫഷണലായിട്ട് ഭരതനാട്യത്തിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഛത്തീസ്ഗഡിലാണ് പഠിച്ചു വളർന്നത്. ഓക്കെ, സോ അപ്പം ഇടയ്ക്കൊക്കെ വരുമ്പോൾ 6 മാസം ഇതിലേക്കുള്ളത് പഠിച്ച് ഒരു 3 മാസം കൊണ്ട് കോഴ്സായിട്ട് പഠിച്ച് പോവുമായിരുന്നു. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പഠിച്ച് അങ്ങനെ ടീച്ചറിൻ്റെ അടുക്കായിരുന്നു. സോ ഭരതനാട്യം പഠിക്കാൻ കഴിഞ്ഞത്. ഈ സൂപ്പർ ഡാൻസർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഓഡിഷൻസ് ഇപ്പം സൂപ്പർ ഡാൻസ് ജൂനിയർ 3ൽ എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ TV റിയാലിറ്റി ഷോയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ ചേരണം, പങ്കെടുക്കണം. ഞാൻ ഛത്തീസ്ഗഡിലായിരുന്നത്. അപ്പം പിന്നെ സീസൺ 7 ആയപ്പോഴാണ് എനിക്ക് അതിനുള്ള ടൈം ആയെന്ന് തോന്നി. 2013. അപ്പം ഓഡിഷൻസ് ഇങ്ങനെ കണ്ടസ്റ്റൻസിനെ കോൾ ചെയ്യുന്ന ഓഡിഷൻസ് വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു ഛത്തീസ്ഗഡിൽ ഇരുന്ന് തന്നെ. അപ്പം അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം എന്നെ സെലക്ട് ആയി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ബോയ്സിന് എല്ലാവർക്കും ക്ലാസ്സുകൾ അറിയണമെന്നില്ല. പക്ഷെ എനിക്കത് അറിയാമായിരുന്നു. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഫൈനൽ വരെ എത്താൻ കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. ഇതിന് ശേഷം പിന്നെ ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ? അതെ, ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ആദ്യത്തെ റിയാലിറ്റി അല്ലെങ്കിൽ ഒരു TV ഷോസിൽ എന്നെ തന്നെ ഞാൻ കാണുന്നത് വാൽക്കണ്ണാടി, ഏഷ്യാനെറ്റിലെ പഴയ വാൽക്കണ്ണാടി എന്ന് പറയുന്ന ഷോസ്. അപ്പം അതിൽ ആണ് ഫസ്റ്റ് ഞാനും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പെർഫോം ചെയ്തു. അങ്ങനെ 3 തവണ ഞങ്ങൾ ചെയ്തായിരുന്നു, ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണ് സൂപ്പർ ഡാൻസറിലേക്ക് വന്നത്. ഇതിനു മുമ്പ് ഛത്തീസ്ഗഡിലൊരു ആൽബം ചെയ്തിരുന്നു, ഹം ഹേ സിത്താരെ കൽക്കെ എന്ന് പറയുന്നത്. അതും യൂട്യൂബിലൊക്കെ ഉണ്ട്. പിന്നെ സൂപ്പർ ഡാൻസർ കഴിഞ്ഞ് ഞാൻ ചെയ്തത് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ 2 പ്രാവശ്യം. അവിടെ സൂപ്പർ ഡാൻസിൽ ചെയ്ത പെർഫോമൻസ് തന്നെ ഒരെണ്ണം ആക്ച്വലി ഓസ്ട്രിച്ച് ഡാൻസ് എന്ന് പറയുന്നുണ്ട്, ഫേമസ് ആയിട്ടുള്ളതാണ്. സോ അത് ചെയ്യാൻ സാധിച്ചു. ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ 2 പ്രാവശ്യം 2 പെർഫോമൻസ് ചെയ്യും. അപ്പം ഈ സൂപ്പർ ഡാൻസറിലെ തന്നെ മത്സരാർത്ഥികളായിരുന്ന സീസൺ 3-ലെയാണെന്ന് തോന്നുന്നു മുഹമ്മദ് റംസാന്, മാളവിക കൃഷ്ണദാസ്, ഇവരൊക്കെ പിന്നീട് സിനിമകളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ ഡാൻസ്, നിരവധി ഡാൻസ് പ്രോഗ്രാമും, പിന്നെ മുഹമ്മദ് റംസാൻ വന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് പോലുള്ള വലിയ ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇവരെയൊക്കെ വെച്ച് കമ്പയർ നോക്കുമ്പോഴത്തേക്കിന് ആ ഒരു സിനിമയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്നോ, അല്ലെങ്കിൽ അവരെ പോലെ തന്നെ, റംസാനെ പോലെ തന്നെ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ഡാൻസർ ആകാഞ്ഞതിൽ അതിനെന്തെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ടോ? പഠനം, അങ്ങനെ എന്തെങ്കിലും? ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഒന്നിനു വേണ്ടി മറ്റൊന്ന് കളയാൻ താല്പര്യപ്പെടുന്നില്ലായിരുന്നു. ഫാമിലി, പഠിത്തം, അപ്പം എല്ലാം ഒരുപോലെ കൊണ്ട് നടക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നായിരുന്നു. ആക്ച്വലി ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുക, ഞാൻ കംപ്ലീറ്റ് ചെയ്ത എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ അപ്പോൾ ഒരു ഓഫർ വന്നായിരുന്നു, ലൈക്ക് പുറത്തേക്കായിരുന്നു, മലേഷ്യയിലായിരുന്നു ഷൂട്ട്. അപ്പം ഓഡിഷൻ കഴിഞ്ഞു, സെലക്റ്റഡ് ആയി. പക്ഷേ അത് സ്റ്റൺസ് ഒക്കെ ഉണ്ട്. ഇൻട്രോ സീനിൽ ഒരു 30 മിനിറ്റ്സ് ഇൻട്രോ സീനായിരുന്നു. സോ റേസിങ്ങും അങ്ങനത്തെ കുറച്ച് സ്റ്റൺസും ഫൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് പഠിക്കണം. അപ്പോൾ എന്തായാലും ഒരു മാസം ഞാൻ പുറത്ത് പോകേണ്ടി വരും. അതെ,
അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പഠിത്തത്തിനെ അത് ഉറപ്പായിട്ടും ബാധിക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും. മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പഠിത്തം കഴിയിട്ട് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതിലേക്ക് പോകാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നു, സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, NSK ഇന്റർനാഷണൽ സ്കൂളിൽ. അപ്പം ഇനിയിപ്പം എനിക്ക് അങ്ങനെ ഒരു സിനിമയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആക്ച്വലി എന്താണെങ്കിലും എൻ്റെ അൾട്ടിമേറ്റ് ഗോള് സിനിമയും ഡാൻസിങ്, സിനിമയാണോ പാഷൻ? പിന്നെ ഉറപ്പായിട്ടും അപ്പം ഡാൻസിങ്, കൊറിയോഗ്രാഫിങ്, സിനിമ, ഇതൊക്കെയാണ് എൻ്റെ പാഷൻ. അപ്പോൾ ഉറപ്പായിട്ടും അത് മനസ്സിലുണ്ട്. പക്ഷേ പോകുന്ന വഴികളിൽ ഒന്നും കളയാതെ ഫാമിലിക്കായാലും ഭയങ്കര ആഗ്രഹമാണ്, അച്ഛനും അമ്മയ്ക്കും ഒക്കെ. സോ അത് കൊണ്ട് നടക്കണമെന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും അതാണ് അൾട്ടിമേറ്റ് ഗോള്. അപ്പം അതിലേക്ക് പോകണം. പക്ഷേ പറഞ്ഞ പോലെ പോകാതിരുന്നത് ഇന്ന കാരണങ്ങളുണ്ട്. അപ്പൊ ഒരു ഏതെങ്കിലും ആ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്ന ഒരു ഡാൻസിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം, ഈ ലെജൻസ് ആയിട്ടുള്ള ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ജഡ്ജസിന് മുൻപിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ ഉള്ള ഒരു എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത ഉള്ള ഒരു എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്? ഉണ്ട്. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഒരു മുത്തുച്ചിപ്പി പോലൊരു പാട്ടുണ്ടല്ലോ നിവിൻ പോളി സാറിന്റെ. അപ്പൊ ആ ഒരു പാട്ടായിരുന്നു ഞാൻ ചെയ്ത ഡാൻസിൽ. സോ അത് ചെയ്തപ്പോൾ ആക്ച്വലി പ്രോഗ്രാം പെർഫോമൻസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷംന കാസിം മാം പറഞ്ഞു എൻ്റെ കൂടെ ചെയ്യണമെന്ന്. ആക്ച്വലി അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇങ്ങോട്ട് പറഞ്ഞു, അതിന് ജസ്റ്റ് ലൈക്ക് ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ചെയ്യുകയും ഒരു പെർഫോമൻസ് പോലെ അപ്പം തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം മാമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. സോ വളരെ സന്തോഷം. ഗ്രാൻഡ് ഫിനാലിലോട്ട് എത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ? ഉറപ്പുണ്ടായിരുന്നു വെച്ചാൽ ആഗ്രഹമുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ള. പിന്നെ എല്ലാവരും മെച്ചപ്പെട്ടവരാണ്. ഇപ്പം തന്നെ വളരെയധികം സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് അന്നുണ്ടായിരുന്നു. സോ അത് ടൈറ്റ് കോമ്പറ്റീഷൻസ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു. നിലവിലിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന, അതായത് ഡാൻസ് പരിപാടിയായിട്ട് പ്രോഗ്രസ് സ്റ്റേജ് ഷോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആ പ്രോഗ്രാംസിനൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ അത് ഈ സാലുമേനൻ മഠത്തിന്റെ കൂടെ ചെയ്യുന്നുണ്ടോ? ടീച്ചറിന്റെ കൂടെ ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു 100-150 പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അത് ഡ്രാമാസ് ആയാലും ചെയ്യുന്നുണ്ട്. അല്ലാതെ സ്റ്റേജ് അല്ലെങ്കിൽ ഡാൻസ് പരിപാടികളായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇതുപോലെ ഇപ്പോൾ സാലുമേനൻ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ടൊരു ഒരു നൃത്ത വിദ്യാലയമോ അങ്ങനെ എന്തെങ്കിലും? ഉറപ്പായിട്ട് ആഗ്രഹമുണ്ട്. അതെ, ആഗ്രഹമുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ അത് മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഒരു വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നത്. ആഗ്രഹമുണ്ട് ഉറപ്പായിട്ടും. എൻ്റെ നാട്ടിൽ അത് തുടങ്ങണമെന്നും ആഗ്രഹമുണ്ട്. അപ്പം സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു സിനിമ പ്രേക്ഷകനായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഏത് ജേണലിലുള്ള പടങ്ങൾ കാണാനാണ് ഇഷ്ടം? കൂടുതൽ കാണുന്ന പടങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഫിലിംസ് ആയിരിക്കും? ഈ ആസ്വാദകൻ എന്ന നിലയ്ക്ക് എല്ലാം സത്യം പറഞ്ഞാൽ താല്പര്യമുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഒരുപാട് ലൈക്ക് വയലന്റിക് ഫിലിമിനോട് അധികം എൻ്റെ പേഴ്സണലിയാണ് അതധികം അങ്ങോട്ട് താല്പര്യമില്ല. ലൈക്ക് പ്രിഫറൻസ് ഞാൻ കൂടുതലും കാണുന്നത് കുറച്ച് മാസ് എന്റർടൈനിങ്, കോമഡി, ഫാമിലി പടങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് ആ പടങ്ങൾ മോശം അല്ല, എൻ്റെ ടേസ്റ്റിൽ ഒരു പരിധിയിൽ അത് അധികമില്ല എന്ന് വേണം പറയാം. അല്ല, കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴൊപ്പം ഏത് ടൈപ്പ് ആണെങ്കിലും ചെയ്യും. ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പടങ്ങളും ഏത് കഥാപാത്രങ്ങൾ വന്നാലും ചെയ്യുമല്ലോ. ഉറപ്പായിട്ടും അത് വേണമല്ലോ. ആക്ച്വലി പറഞ്ഞ പോലെ ഈ ഇങ്ങനത്തെ പടങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഡിയൻസുകൾ ഉണ്ടല്ലോ. അപ്പൊ അവരെ എന്റർടൈൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആസ് ആൻ ആക്ടർ ഞാൻ ഉറപ്പായിട്ടും ചെയ്യണം. അല്ലാതെ ഈ ചെറിയ ചെറിയ വർക്കുകളാണെങ്കിൽ കൂടി അങ്ങനെ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു ആക്ച്വലി. അത് 2 വീൽ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിമാണ്. ബട്ട് അത് വർക്കിംഗ് പ്രോസസ്സിലാണ്. ആക്ച്വലി കുറച്ച് ടൈം ആവുന്നു. ബട്ട് സ്റ്റിൽ അത് ഔട്ട് വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു അതിലേക്ക് ഒരു പ്രൊജക്റ്റിലേക്ക് ഉണ്ട്. വേറെ പുതിയ വർക്കുകൾ അങ്ങനെ എന്തെങ്കിലും? അതെ, അതാണ് ഒരു വർക്കുണ്ട്. ആക്ച്വലി രാജവണ്ടി എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. സോ അതിലൊരു നല്ല കഥാപാത്രമുണ്ട്. സോ സ്റ്റിൽ വെയിറ്റിംഗ്. തുടങ്ങുന്നേ ഉള്ളൂ ഷെഡ്യൂള് ഷൂട്ടിങ്ങിൻ്റെ. ഓക്കെ. അപ്പോൾ സിനിമയിൽ എത്തിപ്പെടുവാണെങ്കിൽ തന്നെ അപ്പോൾ എങ്ങനെയുള്ള കഥാപാത്രം, ഏത് കഥാപാത്രങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടോ? ഇന്ന കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്വീകരിക്കൂ അങ്ങനെ എന്തെങ്കിലും ഒരു? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയില്ല. എല്ലാവരെ പോലെ തന്നെ ഉറപ്പായിട്ടും ആക്ടർ അല്ലേ. അപ്പം എന്ത് ടൈപ്പ് ഓഫ് ആക്ടിങ് വന്നാലും ഉറപ്പായിട്ടും ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പരമാവധി മാക്സിമം 100% കൊടുത്തു. സിനിമയിൽ ഇപ്പം നമുക്ക് മലയാള സിനിമയിൽ അഭിനയ സമ്പത്ത് കൊണ്ട് പ്രഗത്ഭരായ ഒരുപാട് അഭിനേതാക്കളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അഭിഷേകിന് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആരാധന തോന്നിയ അല്ലെങ്കിൽ ഒരു നടനുണ്ടെങ്കിൽ
അഭിനേതാവ് ഉണ്ടെങ്കിൽ അത് ആരാണ്? ഒരാളിൽ ഒതുങ്ങത്തില്ലല്ലോ, നമുക്ക് പ്രഗത്ഭരായിട്ട് ഒരുപാട് അഭിനേതാക്കളുണ്ടല്ലോ. അപ്പം ഇവരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പടം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഛത്തീസ്ഗഡിലായിരുന്നു. അവിടെ ആദ്യ സമയങ്ങളിൽ ഒരു ചാനലേ വരത്തുള്ളൂ, അത് ഏഷ്യാനെറ്റ് ആയിരുന്നു. സോ ആ സമയത്ത് നമ്മൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിരിക്കും, അതായത് ഏഷ്യാനെറ്റിൽ ആ സമയത്ത് പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു സിനിമ അറ്റ് എ ടൈം, ലൈക്ക് ഒരു സിനിമ, പിന്നെ കുറച്ച് മറ്റ് പരിപാടികൾ, റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ ന്യൂസ് കാര്യങ്ങൾ, പിന്നെ ഉച്ചയ്ക്കൊരു പടം, പിന്നെ വൈകുന്നേരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രി ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തോ ആയിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് അതെ, അങ്ങനെ കണ്ടിന്യൂസ് ഏഷ്യാനെറ്റ് അതെ, മൂവീസ് അതെ. ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും ഇടയ്ക്ക് ലൈക്ക് പടം വരണം, ഇഷ്ടമുള്ള പടം വരണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് കൂടുതലും വരുന്നത് ആറാം തമ്പുരാൻ, രാവണപ്രഭു, മോഹൻലാൽ സാറിന്റെ, പിന്നെ മമ്മൂട്ടി സാറിന്റെ പല പടങ്ങൾ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും പറഞ്ഞ പോലെ തന്നെ എല്ലാവരോടും വളരെയധികം ആരാധനയാണ്. പിന്നെ കുറച്ചുകൂടെ വേണമെങ്കിൽ പറയാം, നമുക്ക് ഈ പൗരുഷമുള്ള കഥാപാത്രങ്ങൾ ചെയ്ത എല്ലാരും ചെയ്തിട്ടുണ്ട്, അതല്ല, നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റിയ ലാൽ സാറിന്റെ പടങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് എല്ലാ ചെയ്യുന്നു. പ്രേക്ഷകരും, മലയാളി പ്രേക്ഷകരുടെ ഒരു വികാരം തന്നെയാണല്ലോ അതെ ലാലേട്ടൻ. അതെ, അപ്പൊ അതൊരു കണക്ട് ആയിട്ടുണ്ട്. അപ്പം പിന്നെ മമ്മൂക്ക സാറിന്റെയും ലൈക്ക് ഒരുപാട് പടങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പം അത് ഉറപ്പായിട്ടും കണക്ട് ആയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പോർഷൻ, ഈ ഒരു പാർട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രദർ ഇതുപോലെ ഡാൻസ് തുടക്കത്തിൽ ബ്രദറാണ് ചെയ്തതെന്നും ബ്രദറിന്റെ ഡാൻസ് കണ്ടുപഠിച്ചിട്ടാണ് ഒരു ആഗ്രഹം മനസ്സിൽ വന്നിരുന്നു പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹം ഇപ്പം ഇതുപോലെ ഡാൻസ് പ്രോഗ്രാമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അതോ എന്താണ് ചെയ്യുന്നത്? ഇല്ലില്ല, ആക്ച്വലി ചേട്ടൻ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വാൽക്കണ്ണാടി ചെയ്തപ്പോൾ എൻ്റെ കൂടെ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളത്തേക്ക് പോയി, പിന്നെ വർക്ക് അങ്ങനെ വെച്ചപ്പോഴത്തേക്ക് വെച്ചിരുന്ന് അത് ബാക്കിലേക്കായി. പക്ഷേ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്, ഷോർട്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടനെ വിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇഷ്ടമില്ലെന്നല്ല, വർക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഇതിലേക്ക് മാത്രമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഫാമിലിയെ കുറിച്ചൊന്നും ഫാമിലിയെ കുറിച്ച് പറയാനാണെങ്കിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. അച്ഛനില്ല. അച്ഛന് വളരെയധികം ആഗ്രഹമായിരുന്നു ഒരു ആക്ടർ ആവണം, സിനിമയിലാവണം, ഡാൻസർ, എല്ലാവരും അറിയപ്പെടുന്ന ഡാൻസർ ആവണം. സോ അത് ഉറപ്പായിട്ടും എൻ്റെ കൂടെ കാണും. ആ ഒരു വിഷൻ എനിക്കുണ്ട് ഉറപ്പായിട്ടും. പിന്നെ അമ്മയുണ്ട്, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ചേട്ടൻ വർക്ക് ചെയ്യുന്നു. വലിയൊരു ആഗ്രഹം. പിന്നെ ഉറപ്പായിട്ടും എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ്. ആ ആഗ്രഹമാണ് എനിക്ക്, കാരണം അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചിലെ ഒരു ഡാൻസർ ആണോന്ന്. പക്ഷെ അത് ആകാൻ കഴിഞ്ഞില്ല. സോ ആ ഒരു ആഗ്രഹമാണ് എന്നിലൂടെ. അമ്മയ്ക്ക് ആകാൻ കഴിയാതെ പോയത് മകനിലൂടെ. അതെ അതെ, അങ്ങനെ. അപ്പം അതാണ് ചേട്ടനെ പഠിപ്പിക്കാൻ തുടങ്ങിയത് തന്നെ അമ്മ. അങ്ങനെ ഇപ്പൊ നിലവില് എന്താണ് ചെയ്യുന്നത്, പരിപാടി, വർക്ക് ചെയ്യുന്നത്? ഞാൻ NSK ഇന്റർനാഷണൽ സ്കൂൾ പന്തള, അവിടെ ഡാൻസ് മെന്ററാണ്, കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. സിനിമ പ്രേക്ഷകൻ, നല്ലൊരു സിനിമ ആസ്വാദകൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് അതിലൊരു കഥാപാത്രം കണ്ടിട്ട് അറിയാതെ ഈ കഥാപാത്രം ഞാനായിരുന്നെങ്കിലെന്ന്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്, അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു അഭിനേതാവിന്റെ ഉള്ളിൽ അങ്ങനെ കാണുമല്ലോ, സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെ കാണും, ഒരു സിനിമ കാണാൻ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അറിയാതെ ഈ കഥാപാത്രം ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കഥാപാത്രം എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും മലയാള സിനിമ മാത്രമല്ല, ഏത് ഭാഷകളുടെ സിനിമ ആണെങ്കിലും അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? അതെ, അങ്ങനത്തതും ഉണ്ട്. അല്ല, ഇപ്പം ആക്ച്വലി എന്നെ സംബന്ധിച്ചൊരു ആക്ടിങ് എന്ന് പറയുമ്പോൾ, ലൈക്ക് സിനിമ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഡാൻസിങ് ബേസ് ചെയ്തുള്ള സിനിമകളോ, അല്ലെങ്കിൽ ഡാൻസ് ആണ് അതിന്റെ കണ്ടന്റ് എന്നോ, അല്ലെങ്കിൽ ഡാൻസ് ഉള്ള സിനിമകളെ ഞാൻ എടുക്കൂ, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇല്ലില്ല, കാരണം ഉറപ്പായിട്ടും ഡാൻസ് ഒരു പാഷൻ, അതുപോലെ തന്നെ ആക്ടിങ് ഒരു പാഷനാണ്. അപ്പം ആക്ടിങ്ങിന്റെ ഇടയിൽ ഡാൻസ് വന്ന് എന്ന് വെച്ച് കുഴപ്പമില്ല. പക്ഷെ ഇല്ലെങ്കിലും നമുക്ക് ആക്ടിങ് ആ ഒരു സിനിമയുടെ കണ്ടന്റിന്റെ ബേസിൽ, ആ ക്യാരക്ടറിന്റെ ബേസിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ താല്പര്യമാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ കന്നഡ നോക്കുകയാണെങ്കിൽ KGF. പക്ഷെ ഇതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, കാരണം അത്രയും ലെജൻസ് ആണ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ അവര് ആഗ്രഹം ചോദിച്ച പോലെ ആഗ്രഹം ഉണ്ട്. മലയാളത്തിൽ ഒരുപാട് മോഹൻലാൽ സാർ ചെയ്ത്, മമ്മൂട്ടി സാർ ചെയ്ത്, അങ്ങനെ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതൊക്കെ ലെജൻസ് ആണ്, അവരുടെ അടുത്തെത്താൻ പറ്റുമെന്ന് അറിയില്ല. മലയാള സിനിമ അല്ലാതെ മറ്റു ഭാഷകളിലെ സിനിമകളൊക്കെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യാം. ഉറപ്പായിട്ടും പിന്നെ ഉറപ്പായിട്ടും കാണുന്നതാണ്. അല്ല, ഇപ്പോഴത്തെ ജനറേഷനിൽ കൊറിയൻ സിനിമയ്ക്ക് അഡിക്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ചെറിയ കുട്ടികൾ പോലും കൊറിയൻ സിനിമകളും ഇംഗ്ലീഷ് സിനിമകളും ഇഷ്ടപ്പെടുന്നവരാണ്, ചെറിയ കുട്ടികൾ പോലും. അങ്ങനെ മറ്റു ഭാഷകളൊക്കെ തീർച്ചയായിട്ടും കാണുമല്ലോ. അതെ, ഞാൻ ആക്ച്വലി ഡാൻസ് ബേസ് ചെയ്ത് നോക്കാറുണ്ട്. ഇങ്ങനെ കൊറിയൻ ഡാൻസ് സ്റ്റൈൽസ്, K-pop, അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്.
അവിടുത്തെ സ്റ്റൈൽസ് ഓരോ ഈ പറഞ്ഞ പോലെ എല്ലാ രാജ്യത്തും അവരുടേതായ ഇപ്പം ബാലറ്റ് ജാസ് അങ്ങനെ കുറെ ഡാൻസ് ഫോംസ് ഉണ്ടല്ലോ. അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ കൊറിയൻ സിനിമകൾ അധികമില്ല. എൻ്റെ ബ്രദേഴ്സും കസിൻസും ഒക്കെ കാണാറുണ്ട്. ഞാൻ അധികം അങ്ങോട്ട് കാണാൻ തുടങ്ങിയിട്ടില്ല കൊറിയൻ സിനിമാസ്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലായാലും കുട്ടികളൊക്കെ പറയും ലൈക്ക് കൊറിയൻ സിനിമാസിനെ കുറിച്ച്, അവിടുത്തെ കൾച്ചേഴ്സിനെ കുറിച്ച്. ഞാൻ അധികം കാണാറില്ല. അതും നല്ല ഒരു ഈ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതേക്കുറിച്ച് കൂടുതലായിട്ട് ഒരു ഡീറ്റെയിൽ തരാൻ ഇപ്പം പറ്റുമോ? അങ്ങനെ ഒരു അതെ ആക്ച്വലി അത് സ്റ്റാർട്ട് ആവാൻ പോകുന്ന പ്രൊജക്റ്റാണ്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ക്യാമ്പ് ഫസ്റ്റ് ടൈം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ലൈക്ക് നമ്മൾ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു കട്ട് ഷോട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. സോ അതെങ്ങനെ, കാരണം ഇപ്പം നമ്മൾ കാണാത്തൊരു കഥാപാത്രമായിരിക്കാം, നമുക്ക് മനസ്സിലാകാത്തൊരു നമ്മൾ ലൈഫിൽ കാണാത്തൊരു കഥാപാത്രത്തിനെ നമുക്കത് എങ്ങനെ ആയിരിക്കാം അദ്ദേഹം ബിഹേവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻ സ്കിൽസ് വേണം. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണാത്ത ഒരാളാണെങ്കിൽ അസ്യൂം ചെയ്യണമല്ലോ. അപ്പം ഏതൊരു കഥാപാത്രത്തിനെ ഉൾക്കൊള്ളാൻ നമുക്ക് നമ്മുടേതായ ഒരു കഴിവ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. അപ്പം ആ ക്യാമ്പിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൈക്ക് ലാൽ സാറാണ്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു ലാൽ സാർ. അപ്പോൾ കിഷോർ ഏട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. സോ ഈ രാജപാണ്ഡ്യ എന്ന് പറയുന്ന സിനിമയിൽ സോ അവരാണ് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അപ്പം അതിലെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫേസ് കൊണ്ടുള്ള ആക്ടിങ് മാത്രമല്ല ഒരു ആക്ടറിന് വേണ്ടത്. ലൈക്ക് ഫുൾ ബോഡി എന്താണ് നമ്മുടെ ആക്ടിങ് സ്കില്ല്, അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടർ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉറപ്പായിട്ടും. അതെ അപ്പം അത് വളരെ ഒരു നല്ലൊരു ക്യാമ്പായിരുന്നു. സോ വളരെ കൺവേ ചെയ്തെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല അത് കഴിഞ്ഞ് ഇപ്പം പ്രൊമോ ഔട്ട് ആയിട്ടുണ്ട്. സോ നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഷെഡ്യൂൾ തുടങ്ങാൻ പോവാണ്. പ്രൊമോ ഔട്ട് ആയിട്ടുണ്ട്. അതെ അപ്പം ഇനിയും ഷെഡ്യൂള് തുടങ്ങാൻ പോവാണ്. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ ഇനിയും നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലേക്ക് കിടക്കാന്നുള്ള. അതെ എനിക്ക് ആക്ച്വലി ഒരുപാട് വിഷൻസ് ഉണ്ട്. ലൈക്ക് എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിലേക്കൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ആക്ടിങ് ആണ് മെയിൻ വിഷൻ. ബട്ട് അത് കൂടാതെ തന്നെ ഇൻട്രസ്റ്റ് പലതുണ്ട്. എല്ലാവരെ പോലെയാണ് ഇപ്പം മോഡലിങ്, അതിലും ഞാൻ ചെയ്തിട്ടുണ്ട്. മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. അതെ മോഡലിങ് ഞാൻ ഡൽഹിയിൽ, പിന്നെ ഛത്തീസ്ഗഡിൽ ഞാൻ പഠിച്ച് വളർന്നിടത്ത് തന്നെ മോഡലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ സെക്കൻഡും ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് ഓരോ മോഡലിംഗ് ഷോസിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലിഫ്റ്റിംഗ്, ആം റെസ്ലിംഗിൽ ആക്ച്വലി ഞാൻ നാഷണൽ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. സ്റ്റേറ്റ് ഛത്തീസ്ഗഡിനെ ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്തത്. ഛത്തീസ്ഗഡിലെ സ്റ്റേറ്റിൽ സെലക്ട് ആയി, പിന്നെ നാഷണലിൽ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു ഭാഗ്യം. സോ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളിലെല്ലാം ഒരു സാന്നിധ്യം കാണിക്കുക എന്നുള്ളത്. ഇപ്പോഴും നമുക്ക് ഈ ഒരു റിയാലിറ്റി ഷോസ് ഒക്കെ ടിവികളിൽ ഇഷ്ടം പോലെ ടി വി ഷോസ് ഒക്കെ ഒരുപാട് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുണ്ട്, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ ഇനിയും വരാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികളോട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളായിട്ട് വരുന്നവരുണ്ടല്ലോ, അപ്പോൾ കഴിവുള്ളവരുണ്ടല്ലോ, അപ്പോൾ അവരോട് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും പങ്കെടുത്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇത് താങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് എക്സ്പെൻസ് ആവുമല്ലോ. അപ്പോൾ എക്സ്പെൻസ് താങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇവരോടൊക്കെ കൊടുക്കാനുള്ള ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് കൊടുക്കാനുള്ള പിന്നെ ഫസ്റ്റ് റണ്ണറപ്പ് ആയ ഒരു കണ്ടന്റിസ്റ്റ് എന്ന നിലയ്ക്ക് എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്? എന്താണ് അഡ്വൈസ്? അപ്പം ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോഴേ ഓർത്ത്. കാരണം നമ്മൾ ഈ ഫോൺ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊരു ആളിനെ കാണുമ്പോഴും ഡാൻസ് ചെയ്യും. ഇത്രയും വലിയൊരു എക്സ്പോസർ കിട്ടിയത് തന്നെ വലിയൊരു കാര്യം അല്ലേ, ഈ സോഷ്യൽ മീഡിയ വന്നതോടെ. കാരണം ഒരാൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ എന്നെ കുറച്ച് പേര് അറിയണം, എൻ്റെ എബിലിറ്റീസ് ആൾക്കാർ കാണണം, ഇതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന കുറേ പേര് നേരത്തെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. കാരണം എല്ലാവർക്കും ഇപ്പൊ റിയാലിറ്റി ഷോസിൽ ഈ പറഞ്ഞതുപോലെ പങ്കെടുക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്, അതിൻ്റെതായ സമയങ്ങളുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഉറപ്പായി. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഈ കാലത്ത് പക്ഷെ ഒത്തിരി അങ്ങനത്തെ ഒരു ബാരിയേഴ്സ് ഇപ്പൊ ഇല്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയാസ്, ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമ്മളുടെ കഴിവുകൾ കാണിക്കാനുള്ള. ഇപ്പൊ തന്നെ പണ്ട് കാലങ്ങളിൽ കാണിക്കാൻ പറ്റാഞ്ഞ കഴിവുകൾ ഇപ്പൊ പ്രായമായിട്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്ന് മാത്രമല്ല അവര് അതിൽ കൂടെ സെലിബ്രിറ്റി ആകുന്ന ഒരുപാട് ആൾക്കാർ, അതിൽ കൂടെ ഇൻകം ഏൺ ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. അതിനൊരു ഒരു പ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക്. അപ്പം ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് നമ്മള്
TV ഷോസോ റിയാലിറ്റി ഷോസോ മാത്രമല്ല, ഈവൻ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മുടെ മൊബൈൽ കൊണ്ട് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് കൊണ്ട് നമുക്ക് ഫേമസ് ആകാം. സോ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുണ്ട്. സോ ആർക്ക് വേണമെങ്കിലും എക്സ്പോസർ ചെയ്യാം, അവർക്ക് അതൊന്നും എക്സ്പെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് തന്നെ വലിയൊരു കാര്യം. അപ്പം അഭിഷേക്, ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചല്ലോ, അപ്പം നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ച സ്ഥിതിക്ക് ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അപ്പം നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരോട് എന്താ പറയുക? അതായത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ പറഞ്ഞ പോലെ ആക്ടിങ് വിഷനാണ്. അപ്പം അതിൽ ഒരു 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 ഫസ്റ്റ് ചുവടുവെപ്പാണ് രാജവണ്ടി എന്ന് പറയുന്ന സിനിമ. സോ അതിലൂടെ ഉറപ്പായിട്ടും ഞാൻ ഇനിയും കൂടുതൽ പ്രേക്ഷകരിലേക്ക് പരിചിതമാവുമെന്ന് വിശ്വസിക്കുന്നു. സോ കാണുക. ഇത്രയും നേരം ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വേണ്ടിയിട്ടും ഇത്രയും സമയം ചിലവാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പം ഇത്രയും നേരം അഭിഷേകിൻ്റെ വിശേഷങ്ങൾ കേട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.